ഇതിൻ്റെ ചികിത്സയിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഭക്ഷണത്തിനകത്ത് പ്രത്യേകിച്ച് നമുക്കൊന്ന് ശ്രദ്ധിക്കാൻ, കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും പ്രോട്ടീൻസിൻ്റെയും അമിതമായ ലോഡ് ശരീരത്തിൽ വരുന്നത് ഇതിന് സാധ്യതയുള്ള ആൾക്കാരിൽ കൂടുതൽ അവരെ വേഗത്തിൽ ഈ ഒരു അസുഖത്തിലേക്ക്, വെരിക്കോസ് വെയിൻസിലേക്ക് കൊണ്ടെത്തിക്കുവാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നടത്തം. ഒരു ദിവസം എക്സസൈസ്, എല്ലാ ദിവസവും കാല് നല്ലതായിട്ട് നീട്ടി വെച്ച് സ്ട്രെച്ചിങ്ങോട് കൂടിയ എക്സസൈസ് ഒരു 30 മിനിറ്റ് നമ്മൾ എല്ലാ ദിവസവും നടത്തം ശീലമാക്കണം. രണ്ടാമത്, അല്പം ഒന്ന് എലിവേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലതാണ്. കിടക്കുന്ന സമയത്ത് നമ്മളൊരു കുഷ്യൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ബെഡിൻ്റെ ഭാഗം അല്പം ഉയർത്തി വെച്ചിട്ടോ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാവുന്നതാണ്. മറ്റൊന്ന്, ആയുർവേദത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്നതാണ് സഹചരാതി തൈലം വെച്ചിട്ടുള്ള റിട്ടേൺ മസാജ്. റിട്ടേൺ മസാജ് എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ അനുലോമമായിട്ടുള്ള തടകലാണ് പൊതുവെ കിഴിയാണെങ്കിലും അഭ്യംഗമാണെങ്കിലും എല്ലാത്തിലും അനുവർത്തിക്കുന്നത്. ഒരേ ഒരു കാര്യത്തിൽ, അതായത് വെരിക്കോസ് വെയിൻസിൽ മാത്രം താഴേന്ന് മുകളിലേക്ക്, അല്ലെങ്കിൽ കാല് നീട്ടി വെച്ചിട്ട് താഴേന്ന് മുകളിലേക്കാണ് അവിടെ സഹചരാതി തൈലം വെച്ചിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. നല്ലതായിട്ട് പ്രസ് ചെയ്ത് അമർത്തി തടകുന്നത് ഇംപ്യൂറായിട്ടുള്ള രക്തം ശരീരത്തിൽ കെട്ടിക്കിടക്കുന്നതിനെ ഒഴിവാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്ലെക്ഷൻ എക്സസൈസുകൾ, നമ്മുടെ ആംഗിളിന് കൊടുക്കുന്ന എക്സസൈസ്, അതായത് ഒരു ട്വിസ്റ്റിംഗ് എക്സസൈസുകളെന്ന് പറയാൻ പറ്റുന്നത് നമ്മളൊരു വണ്ടിയുടെ ആക്സിലേറ്റർ ചവിട്ടുന്ന പോലെ നമ്മുടെ ആംഗിളിനെ അതുപോലെ തന്നെ ട്വിസ്റ്റ് ചെയ്യുക, റൗണ്ട് ചെയ്യുക. പെട്ടെന്ന് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിൽ വലിയ വിരൽ കൊണ്ട് റൊട്ടേഷൻ ചെയ്യുക എന്ന് പറയും, റൗണ്ട് ചെയ്യുക. അതുപോലെ തന്നെ തിരിച്ച് 10 പ്രാവശ്യം റൗണ്ട് ചെയ്യുക. സ്ട്രെച്ച് ചെയ്ത് പിടിച്ചുകൊണ്ട് വേണം അത് ചെയ്യാൻ. മുട്ടും ആംഗിളും നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് കൊണ്ടാണ് ആ ഒരു റൊട്ടേഷൻ എക്സസൈസ് ചെയ്യേണ്ടത്. 2 കാലിലും അത് കൃത്യമായിട്ട് പരിശീലിക്കുക. ഒരു 10 മിനിറ്റ് രാവിലെയും വൈകിട്ടും. പ്രത്യേകിച്ച് ഈ ബുദ്ധിമുട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് കൂടുതൽ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരിലാണ് ഇതൊരു ബുദ്ധിമുട്ട്. അങ്ങനെയുള്ളവർക്ക് ഇത് വളരെ ഫലപ്രദമായിട്ട് കണ്ടുവരുന്നു.